ഹല്ലേലൂയ. ഇപ്പോൾ ഗാനശുശ്രൂഷ ആരംഭിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ചേർന്നിരിക്കാം. സർവശക്തനായ ദൈവത്തെ അല്പസമയം ആരാധിച്ച് അവരുടെ കൃപയിൽ നിറഞ്ഞ വചനത്തിന്റെ അധിഷ്ഠിതമായി ജീവിക്കുവാൻ കർത്താവേ അനന്തമായ കൃപ ഞങ്ങളിലേക്ക് ചൊരിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളുയർത്തി സ്വരമുയർത്തി ഭാഗത്തോടെ ദൈവജനമേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ആത്മാവിന്റെ കൃപ ഞങ്ങളിൽ ഓരോരുത്തരേക്കും നിറയുവാൻ യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ദൈവിക ദാനങ്ങൾ നിറയ്ക്കുവാൻ ആത്മാവിന്റെ കൃപ കൊണ്ട് ഞങ്ങൾ നിറയട്ടെ. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദാഹത്തോടെ സ്തുതിക്കട്ടെ. ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ഇരട്ടി അഭിഷേകം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ആത്മാവിന്റെ കൃപ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ദാഹിക്കുന്ന ഞങ്ങളിലേക്ക് നിറയണമേ. ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവനിലേക്ക് നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സർവശക്തിയോടെ ദാഹത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുനാഥന്റെ വാഗ്ദാനം ദൈവിക ചൈതന്യമായ ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു വ്യാപരിക്കുവാൻ ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയുവാൻ പെരുവെള്ളത്തിന്റെ ഒഴിച്ചൽ പോലെ അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് കൃപകളും ദാനങ്ങളും കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദാഹത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ അങ്ങയുടെ ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, ആത്മാവിൽ അഭിഷേകം ഞങ്ങളിലേക്ക് ചൊരിയണമേ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ചേർന്ന് പാടി ആരാധിക്കട്ടെ ശക്തിയോടെ. യേശുനാഥൻ
യേശുനാഥന്റെ വാഗ്ദാനമേ ദൈവിക ചൈതന്യമേ യേശുനാഥന്റെ വാഗ്ദാനമേ ദൈവിക ചൈതന്യമേ തൃത്വത്തിൽ മൂന്നാമനാം ദൈവമേ ഞങ്ങളിൽ നിറയണമേ തൃത്വത്തിൽ മൂന്നാമനാം ദൈവമേ ഞങ്ങളിൽ നിറയണമേ ചേർന്ന യേശുനാഥന്റെ വാഗ്ദാനമേ ദൈവിക ചൈതന്യമേ യേശുനാഥന്റെ വാഗ്ദാനമേ ദൈവിക ചൈതന്യമേ തൃത്വത്തിൽ മൂന്നാമനാം ദൈവമേ ഞങ്ങളിൽ നിറയണമേ തൃത്വത്തിൽ മൂന്നാമനാം ദൈവമേ ഞങ്ങളിൽ നിറയണമേ കരങ്ങൾ ഉയർത്തിയടിച്ച് ശക്തിയിലഭിഷേകം അഗ്നിയിലഭിഷേകം വിശുദ്ധിയിലഭിഷേകം ദാസരിലേഖനമേ ശക്തിയിലഭിഷേകം അഗ്നിയിലഭിഷേകം വിശുദ്ധിയിലഭിഷേകം ദാസരിലേഖനമേ ഭാഗത്തോടെ പാടി പ്രാർത്ഥിക്കട്ടെ. ഏലീശായിൽ കവിഞ്ഞവനേ ഏലിയായിൽ നിറഞ്ഞവനേ ഏലീശായിൽ കവിഞ്ഞവനേ സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ കരമുയർത്തിയടിച്ച് ശക്തിയിലഭിഷേകം അഗ്നിയിലഭിഷേകം വിശുദ്ധിയിലഭിഷേകം ദാസരിലേഖനമേ അഗ്നിയിൽ ശക്തിയിലഭിഷേകം അഗ്നിയിലഭിഷേകം വിശുദ്ധിയിലഭിഷേകം ദാസരിലേഖനമേ ഭാഗത്തോടെ പാടി പ്രാർത്ഥിക്കട്ടെ. എന്നിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ ദൈവിക ദാനങ്ങൾ കൊണ്ട് നിറയണമേ പരിശുദ്ധാത്മാവേ ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയണമേ പരിശുദ്ധാത്മാവേ ദാഹത്തോടെ കരങ്ങൾ അടിച്ച് ചേർന്ന് അല്പസമയം കൂടി പാടി പ്രാർത്ഥിക്കട്ടെ. ദാനിയേലിൽ നിറഞ്ഞവനേ ദാവീദിൽ കവിഞ്ഞവനേ ദാനിയേലിൽ നിറഞ്ഞവനേ ദാവീദിൽ കവിഞ്ഞവനേ സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ കരമുയർത്തിയടിച്ച് ശക്തിയിലഭിഷേകം അഗ്നിയിലഭിഷേകം വിശുദ്ധിയിലഭിഷേകം ദാസരിലേഖനമേ ശക്തിയിലഭിഷേകം അഗ്നിയിലഭിഷേകം വിശുദ്ധിയിലഭിഷേകം ദാസരിലേഖനമേ ശക്തിയിലഭിഷേകം അഗ്നിയിലഭിഷേകം വിശുദ്ധിയിലഭിഷേകം ദാസരിലേഖനമേ യേശുനാഥന്റെ വാഗ്ദാനമേ ദൈവിക ചൈതന്യമേ യേശുനാഥന്റെ വാഗ്ദാനമേ ദൈവിക ചൈതന്യമേ തൃത്വത്തിൽ മൂന്നാമനാം ദൈവമേ ഞങ്ങളിൽ നിറയണമേ ചേർന്ന തൃത്വത്തിൽ മൂന്നാമനാം ദൈവമേ ഞങ്ങളിൽ നിറയണമേ ശക്തിയിലഭിഷേകം അഗ്നിയിലഭിഷേകം വിശുദ്ധിയിലഭിഷേകം ദാസരിലേഖനമേ
ദാസരിലേകണമേ ശക്തിയിൽ അഭിഷേകം അഗ്നിയിലഭിഷേകം വിശുദ്ധിയിലഭിഷേകം ദാസരിലേകണമേ ശക്തിയിലഭിഷേകം അഗ്നിയിലഭിഷേകം വിശുദ്ധിയിലഭിഷേകം ദാസരിലേകണമേ യേശുനാഥന്റെ വാഗ്ദാനമേ ദൈവിക ചൈതന്യമേ യേശുനാഥന്റെ വാഗ്ദാനമേ ദൈവിക ചൈതന്യമേ തൃത്വത്തിൽ മൂന്നാമനാം ദൈവമേ ഞങ്ങളിൽ നിറയണമേ തൃത്വത്തിൽ മൂന്നാമനാം ദൈവമേ ഞങ്ങളിൽ നിറയണമേ ശക്തിയിൽ അഭിഷേകം അഗ്നിയിലഭിഷേകം വിശുദ്ധിയിലഭിഷേകം ദാസരിലേകണമേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തനം വായിച്ച് ഇന്നത്തെ ശുശ്രൂഷകൾ നമ്മൾ ആരംഭിക്കുകയാണ്. 2026 2-ാം മാസത്തിൻ്റെ നൈറ്റ് വിജിൽ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിലും അതിൻ്റെ മുമ്പിലത്തെ മാസങ്ങളിലൊക്കെ ധ്യാനം കൂടി പോയ പ്രിയപ്പെട്ടവർ ഈ നൈറ്റ് വിജിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. 67-ാമത്തെ സങ്കീർത്തനം നമുക്ക് ചേർന്ന് വായിക്കാം. കർത്താവേ, നിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനും ഞങ്ങളുടെ ആത്മീയ നയനങ്ങൾക്ക് പ്രകാശം തരുമാറാകണമേ. ആമീൻ. ബാറക്കുമോർ. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിനു തന്നെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. നീ വംശങ്ങളെ നേരോടെ വിധിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം, നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ. അത്യുന്നതരായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സന്ധ്യയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ നൈറ്റ് വിജിൽ പ്രോഗ്രാമിലേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. കരങ്ങളടിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് ഇന്ന് രാത്രി മഹത്വപ്പെടുത്താം. വളരെ ക്ലേശം സഹിച്ച് ഇവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൂരത്തു നിന്നും ചാരത്തു നിന്നുമായിട്ട് അനേകർ കടന്നു വന്നിട്ടുണ്ടല്ലോ. ഹൈറേഞ്ചിൻ്റെ പ്രദേശത്ത് മച്ചിപ്ലാവിൽ നിന്നൊക്കെയും ചില പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ഈ ധ്യാനത്തിൽ ഈ നൈറ്റ് വിജിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് അവർ കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആരുടെയും പേരെടുത്തോ അല്ലെങ്കിൽ സ്ഥലം എടുത്തോ ഒന്നും പറയാതെ എൻ്റെ ഒരു നോട്ടത്തിൽ ഏറ്റവും ദൂരത്തുനിന്ന് വന്നിട്ടുള്ളവരാണ് അവർ. എപ്പോഴും എല്ലാ നൈറ്റ് വിജിലും കൃത്യമായി കോട്ടയം മണർകാട് നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വളരെ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷത്തോടെ എല്ലാ നൈറ്റ് വിജിലും തന്നെ കൃത്യമായി പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഓർക്കുകയും ഞങ്ങൾക്കുള്ളതായ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുകയും ചെയ്യുകയാണ്. സന്തോഷത്തോടെ നിങ്ങളെ ഓർക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാനായിട്ട് ദൈവം അഭിഷേകത്തോടെ നമ്മുടെ മധ്യത്തിൽ അയച്ചിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട ജോസച്ചനാണ്. നമ്മുടെ സെൻറ്റ് ജോൺസ് മിഷൻ്റെ ഒരു കുടുംബമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. ഈ കോതമംഗലം ചെറിയ പള്ളിയിൽ വികാരി ആയിരുന്നപ്പോഴൊക്കെയും നമ്മെ ഏറെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്തു.
ഒത്തിരി ശുശ്രൂഷകൾക്ക് അച്ഛൻ കടന്നു വരികയും എപ്പോഴും നമ്മെ എപ്പോൾ വിളിച്ചാലും വളരെ സന്തോഷത്തോടെ കടന്നു വരികയും നമുക്ക് നേതൃത്വം നൽകുകയും നമ്മുടെയൊക്കെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മെ ചൂണ്ടിക്കാണിച്ച് നമ്മെ ദൈവികമായ വഴിയിലൂടെ നടത്താൻ ഏറെ ശ്രദ്ധിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ കൊട്ടപ്പടി പള്ളി കൽക്കുരിശ് പള്ളിയിലെ വികാരിയായിട്ടാണ് അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. വളരെ സന്തോഷത്തോടെ കരങ്ങളടിച്ച് ബഹുമാനപ്പെട്ട അച്ഛനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രിയമുള്ളവരെ ക്ഷണിക്കാം. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട തമ്പി അച്ഛൻ കടന്നു വരും. അച്ഛന് ഒരു പ്രോഗ്രാമുണ്ട്. പ്രോഗ്രാം കഴിഞ്ഞ് അച്ഛൻ ഇങ്ങോട്ട് കടന്നു വരും. വളരെ പ്രാർത്ഥനയോടെ അച്ഛനെയും നമുക്ക് കരങ്ങളടിച്ച് നമുക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യാം. ബഹുമാനപ്പെട്ട സിസ്റ്റർ, പ്രിയപ്പെട്ട ജോണി സാറ്, ഇതിൻ്റെ പ്രവർത്തകരായിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും കടന്നു വന്നിട്ടുണ്ടല്ലോ. എല്ലാവരെയും ഒരിക്കൽ കൂടെ യേശു കർത്താവിൻ്റെ നാമത്തിൽ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്ത് ഒരു നിമിഷം കൂടി നമ്മളെല്ലാവരും ഒത്തിരി പ്രതീക്ഷയോടുകൂടി ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. എല്ലാവരും വിശ്രമത്തിന് വേണ്ടി പോകുകയും ഉറങ്ങുകയും പക്ഷികളും മൃഗങ്ങളും മനുഷ്യരുമെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്തിൻ്റെക്ക് അടുക്കുമ്പോൾ നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിച്ച് നമ്മളെ ഇത്രത്തോളം നടത്തിയ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടെ കടന്നു വന്ന് കണ്ണുകളടച്ച് ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും ജീവിതത്തിൻ്റെ സങ്കടങ്ങളുമെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങളോടിങ്ങനെ പറയുകയാണ്, നിങ്ങൾ കണ്ണുകളടക്കി നിങ്ങൾ നിങ്ങളുടെ രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ജാഗരണ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നിട്ടുള്ളത്. നിങ്ങളുടെ മനസ്സിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ആഗ്രഹങ്ങളോ പ്രത്യേകിച്ച് എന്തെങ്കിലും നിയോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കർത്താവിനോട് നമുക്ക് പറയാം. ഈ നാളുകളിൽ ഒത്തിരി കാലങ്ങളായി ആഗ്രഹിച്ചിട്ടും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കിയിട്ടും ജീവിതത്തിൽ വീണ്ടും വീണ്ടും കഷ്ടങ്ങളും നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിലും കർത്താവ് പറഞ്ഞു ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല എന്ന്. ഇന്ന് ഈ രാത്രിയുടെ യാമത്തിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എൻ്റെ വിശ്വാസം കുറഞ്ഞു പോകാതെ, എൻ്റെ കണ്ണുനീര് വറ്റിപ്പോകാതെ ഞാൻ വീണ്ടും വീണ്ടും ദാവീദ് പുത്രനായ യേശുവേ എന്നോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ഈ രാത്രിയിൽ സെൻറ്റ് ജോൺസ് ധ്യാനകേന്ദ്രത്തിൻ്റെ ഈ ആരാധനാലയത്തിൽ ഇരുന്ന് എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ദൈവത്തോട് പറയുകയാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന എൻ്റെ വീട്, എൻ്റെ ഭവനം, എൻ്റെ ഭവനത്തിൽ എന്നോടൊപ്പമുള്ളവർ, ഞാനിപ്പോൾ കടന്നു പോകുന്ന സങ്കടത്തിൻ്റെയും സഹനത്തിൻ്റെയും വഴികൾ, എൻ്റെ കഷ്ടപ്പാടിൻ്റെയും എൻ്റെ വേദനയുടെയും ദുഃഖങ്ങളുടെയും കാര്യങ്ങൾ ഓരോ ദിവസവും എങ്ങനെ അത് നീട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ളത് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കുമേ അറിയുകയുള്ളൂ. മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കൊന്നും അത് മനസ്സിലാകണമെന്നില്ല. എന്നാൽ കർത്താവ് പറയുന്നു, നിൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെല്ലാം അറിയുന്നവനാണ് ഞാൻ, നിൻ്റെ കണ്ണുനീർ കുപ്പിയിൽ ശേഖരിച്ചു വെക്കുന്നവനാണ് ഞാൻ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ഒരു നാളും ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല, ഒരു നാളും ഞാൻ നിന്നെ വെറുങ്കയോടെ പറഞ്ഞയക്കില്ല. കർത്താവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ഇന്ന് ദൈവത്തിൻ്റെ ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് ഞാൻ കയറി ഈ ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോൾ, കർത്താവേ, എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എൻ്റെ എല്ലാ നിയോഗങ്ങളും ഞാൻ ചിന്തിക്കുന്നത് അതൊക്കെ നടന്നാൽ എൻ്റെ കുടുംബത്തിന് സ്വസ്ഥത വരും, എൻ്റെ ജീവിതത്തിന് ഉയർച്ചയുണ്ടാകും, എൻ്റെ ജീവിതത്തിന് കുറേ കൂടി ഭംഗിയാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എന്നെ സഹായിക്കാൻ ആരുമില്ല. കർത്താവേ, എനിക്ക് മുമ്പോട്ട് പോകുവാനുള്ള വഴികൾ ഏതാണെന്ന് അറിയില്ല. ഒത്തിരി തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും എന്നെ അസ്വസ്ഥമാക്കുന്നു. ജീവിതം പലപ്പോഴും മടുത്തു പോകുന്നു. കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ, മരണത്തിൻ്റെ താഴ്വരയിലൂടെ ഞാൻ ഒറ്റയ്ക്ക് നടക്കുകയാണ്. കർത്താവേ, ഇപ്പോൾ നീ എൻ്റെ ജീവിതത്തിൻ്റെ ഈ അവസ്ഥ മനസ്സിലാക്കി എന്നോട് കരുണ തോന്നി ഇന്നെൻ്റെ കണ്ണുനീർ തുടച്ച് എൻ്റെ ഹൃദയത്തിന് പ്രത്യാശ നൽകി ഒരു പുതിയൊരു വെളിച്ചം എന്നിൽ പകർന്ന് പരിശുദ്ധാത്മാവേ, നീ എന്നെ നയിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാണ് നമുക്ക് മുമ്പോട്ട് പോകുവാനുള്ള ബോധ്യങ്ങളും
ആഗ്രഹങ്ങളും നിയോഗങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ വഴി പലപ്പോഴും ജീവിക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ പലപ്പോഴും കുറഞ്ഞു വരുന്നു. എന്നെ കൂടുതൽ ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ ദുഃഖത്തെ എന്നിൽ നിന്ന് മാറ്റി എന്നോട് കരുണ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഒരു പ്രാവശ്യം കൂടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ കൂടുതൽ നിറയ്ക്കും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറഞ്ഞാൽ മാത്രമേ നമ്മളെ അസ്വസ്ഥമാക്കുന്നവരോട് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ പ്രകടമാകുമ്പോൾ മാത്രമേ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നമ്മളിൽ നിറയുമ്പോൾ മാത്രമേ നമുക്ക് വീണ്ടും ജീവിക്കണമെന്നുള്ള ചിന്ത നമ്മളിൽ നിറയുകയുള്ളൂ. പരിശുദ്ധാത്മാവിൽ നമ്മൾ ബലപ്പെടുമ്പോൾ മാത്രമേ എല്ലാം ദൈവം എനിക്ക് വേണ്ടി നന്മ മാത്രം ചെയ്യുമെന്ന് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രിയിൽ നീ എന്നോട് വ്യക്തിപരമായി സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ, നിനക്കെന്നെ വ്യക്തിപരമായിട്ട് അറിയാം. ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന കാലം മുതൽ പരിശുദ്ധാത്മാവിന് എന്നെ നന്നായിട്ടറിയാം. ഞാൻ എത്രമാത്രം ദേഷ്യക്കാരനാണെങ്കിലും, അഹങ്കാരിയാണെങ്കിലും, വാശിക്കാരനാണെങ്കിലും, പാപം ചെയ്യുന്നവനാണെങ്കിലും എൻ്റെ ദൈവത്തിന് എന്നെ കൃത്യമായിട്ടറിയാം. കർത്താവേ, ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദൈവസ്നേഹം നിറയുന്ന, ഒരു ദൈവശക്തി ചലിക്കുന്ന, ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടലിൻ്റെ ഒരു നിമിഷമായി തീരണമേ. കർത്താവേ, ഈ ഫെബ്രുവരി മാസത്തിൻ്റെ ഈ 9-ാം ദിവസം ഞാൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എന്നെ ഇത്രത്തോളം ദൈവത്തിന് നടത്താൻ കഴിയുമെങ്കിൽ, എന്നെ ഇത്രത്തോളം ദൈവത്തിന് എന്നെ കരം പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാമെങ്കിൽ, ഇപ്പോൾ ഞാൻ അസ്വസ്ഥനാകുന്ന ഈ മേഖലകളെയും മാറ്റി എൻ്റെ ദൈവത്തിന് എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ എൻ്റെ ദൈവത്തിന് എന്നെ നയിക്കാൻ സാധിക്കും. എൻ്റെ ദൈവം എന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. എൻ്റെ ദൈവം എന്നെ ഒരു നാളും കൈവിടുകയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. എങ്കിലും ചില കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ധൈര്യം ലഭിക്കുന്നില്ല. പരിശുദ്ധാത്മാവേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, എന്നെ പ്രത്യാശയിലേക്ക് നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കാനുള്ള വിശ്വാസത്തിന്റെ വരം എന്നിൽ നിറയ്ക്കണമേ. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനയുടെ വരത്താൽ പരിശുദ്ധാത്മാവേ നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ഉള്ള വലിയ ക്ഷമയുടെ അനുഗ്രഹം എനിക്ക് തരണമെന്ന് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാം. നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ അസ്വസ്ഥമാക്കുന്ന, നമ്മുടെ കണ്ണുനീർ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുവാൻ കഴിവുള്ള ദൈവമേ, പരിശുദ്ധാത്മാവേ, മുമ്പോട്ട് പോകുവാൻ എനിക്ക് വേണ്ടി കർത്താവേ വാതിലുകൾ തുറക്കണമേ. എനിക്ക് വേണ്ടി അനുഗ്രഹത്തിന്റെ, നന്മയുടെ, സന്തോഷത്തിന്റെ വാതിലുകൾ തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കൃപയാലേ നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനമെന്നിൽ ചൊരിയണമേ.
ഹൃത്തിൽ ജീവജലമായി നിറയണമേ. ആത്മാവിനാലേ ഉറകൂട്ടണേ, ആത്മാവിൻ ശക്തിയെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയാലേ നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഏറ്റവും അധികം ഇന്ന് ആർക്കെങ്കിലും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടാകാം. ആർക്കാണോ നിങ്ങൾക്ക് കൂടുതൽ പ്രാർത്ഥനാ സഹായം വേണ്ടത് അവരെ ഓർത്ത് പരിശുദ്ധാത്മാവിനോട് പറയാം, പരിശുദ്ധാത്മാവേ, അവരുടെ സ്വഭാവത്തിൽ ചില വ്യതിയാനങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഒത്തിരി സമാധാനത്തോടെ ഈ ഭൂമിയിൽ ഓരോ ദിവസവും എനിക്ക് ജീവിക്കാൻ സാധിക്കുമല്ലോ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിപ്പോൾ മനസ്സിൽ ഓർക്കുന്ന, പേരുകൾ പറയുന്ന, മുഖം കണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലെല്ലാം പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയാൻ വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ വലിയ സന്തോഷം പകരാൻ വേണ്ടി, മാനസാന്തരങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരിലും അങ്ങ് നിറഞ്ഞാൽ മാത്രമേ സ്വസ്ഥമായി സന്തോഷമായി മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഞാൻ എത്രമാത്രം തുഴഞ്ഞാലും കർത്താവേ, എൻ്റെ ഈ ജീവിതത്തിൻ്റെ ചെറിയ നൗക മുമ്പോട്ട് നയിക്കാൻ സാധിക്കില്ല. അധ്വാനിച്ചും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും നെറ്റിയിലെ വേർപ്പൊഴുക്കിയും എത്രമാത്രം ശ്രമിച്ചാലും ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാത്രം. എന്നാൽ എല്ലാം മനസ്സിലാക്കി കുടുംബത്തിലെല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ വിട്ടുവീഴ്ച ചെയ്ത് മുമ്പോട്ട് പോകുവാൻ സഹായിക്കണമേ. ഇന്നിവിടെ പ്രാർത്ഥിക്കുന്ന ആർക്കെങ്കിലും ആ കാര്യങ്ങളിലെല്ലാം കുറേ കൂടി തുറവ ആവശ്യമുണ്ടെങ്കിൽ, ഇവർ പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ ലോകത്തെവിടെയായാലും, അവരിപ്പോൾ വിശ്രമിക്കുകയാണെങ്കിലും ഉറങ്ങുകയാണെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിലും എവിടെയെങ്കിലും അലസമായിരുന്ന് സംസാരിക്കുകയാണെങ്കിലും ആ വ്യക്തികളിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലണമേ. അവരിൽ ദൈവത്തിൻ്റെ വലിയ ചൈതന്യം ഇറങ്ങണമേ. വലിയ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. കർത്താവെ, നാളെ ഇവർ പറയണം, ഞാൻ ആ സെൻറ് ജോൺസ് ധ്യാന കേന്ദ്രത്തിലിരുന്ന് എൻ്റെ കണ്ണുനീരൊഴുക്കി എൻ്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരെല്ലാം സ്പർശിച്ചല്ലോ. പരിശുദ്ധാത്മാവെ, നന്ദി പറയുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ അയച്ചു തരും, അവൻ നിങ്ങളെ സഹായിക്കും. അവൻ്റെ പേര് പരിശുദ്ധാത്മാവെന്നാണ്. നിങ്ങൾക്ക് ഒരു സഹായകനായിട്ട് എപ്പോഴും പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിനോട് വീണ്ടും വീണ്ടും പറ, കർത്താവെ, പലരോടും ചില കാര്യങ്ങൾ, ചില കടബാധ്യതകളൊക്കെ കുറച്ച് ദിവസം കൂടി ഒന്ന് നിർത്തിത്തരണമെന്ന് ആഗ്രഹിച്ചിട്ടും അവർ നിർബന്ധിക്കുന്നുണ്ടാകാം, ബുദ്ധിമുട്ടിക്കുന്നുണ്ടാകാം. ഏത് വ്യക്തികളാണോ നിങ്ങളെ ഭാരപ്പെടുത്തുന്നത്, ഒരു സാവകാശത്തിന് വേണ്ടി, ഒരു നീക്കുപോക്കിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസങ്ങളിൽ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്ന, നിരന്തരം അസ്വസ്ഥമാക്കുന്ന ആ വ്യക്തികളുടെ മേൽ ദൈവം ഇറങ്ങിച്ചെന്ന് ചില നീക്കുപോക്കുകൾ വരുത്തുവാൻ, കർത്താവെ, ചില കുറച്ച് ദിവസം കൂടി സാവകാശം തരുവാൻ ദൈവമേ സഹായിക്കണമേ. ഇന്ന് ഈ ആലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഞാൻ കാണുകയാണ്, നിങ്ങളിലേക്ക് നോക്കിയവരെല്ലാം പ്രകാശിതരായി. ഞാൻ ഇന്ന് ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് പറയുകയാണ്, നീ പ്രകാശിതനാകും. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരുട്ടാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ, ഏതു വഴിക്ക് പോകണമെന്നറിയാതെ, ആരോടെന്ത് എങ്ങനെ സഹായം ചോദിക്കണമെന്നറിയാതെ ഇരുട്ടാണെങ്കിൽ കർത്താവ് പറഞ്ഞു, നീ എന്നിലേക്ക് നോക്കിയാൽ നീ പ്രകാശിതനാകും. വീണ്ടും എന്നോട് പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ പറയുകയാണ്, അവങ്കിലേക്ക് നോക്കിയാൽ പ്രകാശം കിട്ടുമെന്ന് മാത്രമല്ല, നിനക്കൊരിക്കലും നാണം കെടേണ്ടി വരില്ല. പലപ്പോഴും ഭാരപ്പെടുകയാണ്. നാണം കെടേണ്ടി വരുമോ? പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതെ വരുമോ? ബുദ്ധിമുട്ടാകുമോ? ജീവിതത്തിൽ വലിയ വലിയ അസ്വസ്ഥതയുമായി ഇന്ന് ഈ ജാഗരണ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ, നീ എന്നോട് പറയുന്നല്ലോ, നീ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല എന്ന്. ഞാൻ വിശ്വസിച്ചു കൊള്ളട്ടെ കർത്താവേ.
ഞാനത് ഏറ്റെടുക്കട്ടെ കർത്താവേ. എനിക്ക് നാളുകളിൽ അത് അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. ഇപ്പോൾ കേട്ട വചനം എന്നിൽ ക്രിയ ചെയ്യണമേ കർത്താവേ. 30, 60, 100 മേനി എന്നിൽ വിളയണമേ. ഫലം കായ്ച്ചു പൂവണിയുവാൻ സഹായിക്കണമേ കർത്താവേ. എന്നെ ഒരിക്കലും ലജ്ജിക്കുവാൻ നീ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടില്ല. മല പോലെ വന്നതെല്ലാം മഞ്ഞുപോലെ നീ ഉരുക്കിക്കളഞ്ഞ് എന്നെ നീ കാത്തു പരിപാലിച്ചു കർത്താവേ. രോഗത്തിലും പ്രയാസത്തിലും കഷ്ടപ്പാടിലും വന്നപ്പോൾ വലിയ വലിയ ആളുകൾക്ക് കിട്ടുന്ന വലിയ ചികിത്സകളൊന്നും കിട്ടാനോ ആ ചികിത്സ നേടാനോ മാർഗങ്ങളില്ലായിരുന്നു. ആരും സഹായിക്കാനില്ലായിരുന്നു. വലിയ സമ്പന്നർക്ക് കിട്ടുന്ന ചികിത്സാ രീതികളൊന്നും എനിക്കില്ലായിരുന്നു. എങ്കിലും നിന്റെ അടിപ്പിണരുകളാൽ നീ എന്നെ സൗഖ്യമാക്കി. നന്ദി പറയുകയാണ്. വലിയവർക്ക് കിട്ടുന്ന വലിയ വലിയ സുഖ സൗകര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. വലിയ വലിയ ആളുകൾ കിട്ടുന്ന സംവിധാനങ്ങൾ എനിക്കില്ലായിരുന്നു. എങ്കിലും നീ എന്നെ പോറ്റി പുലർത്തി, നീ എന്നെ അനുഗ്രഹിച്ചു, നീ എന്നെ വഴി നടത്തി. എല്ലാവർക്കും കിട്ടുന്ന എല്ലാവിധമായ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നോർത്ത് പലപ്പോഴും പുറകോട്ട് നിന്നപ്പോഴും നീ എന്നെ മുമ്പിലേക്ക് വിളിച്ചു നിർത്തി പറഞ്ഞു, മുമ്പന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാർ പലരും മുമ്പന്മാരുമായി തീരുമെന്ന് നീ പറഞ്ഞുവല്ലോ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവേ. ഇവരേത് ആവശ്യത്തിന് വേണ്ടിയാണോ ദാഹിച്ച് 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 പ്രാർത്ഥിക്കുന്നത്, കണ്ണുനീരൊഴുക്കുന്നത്, കർത്താവ് പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനം തകർന്നവരെ അവൻ ആശ്വസിപ്പിക്കും. കർത്താവേ, ഇപ്പോൾ നീ പറഞ്ഞ വചനത്തിന്റെ ശക്തിയാൽ യേശുവേ, നിന്റെ ആണിപ്പാടുള്ള കരങ്ങൾ ഇവരുടെ ശിരസിന്മേൽ നീ ഇപ്പോൾ സ്പർശിക്കണമേ. ഇവരുടെ ശിരസിന്മേൽ നീ സ്പർശിക്കണമേ. ഇവർ കേൾക്കാൻ പോകുന്ന വചനങ്ങൾ ഇവർക്ക് കർത്താവേ ആഴത്തിൽ മനസ്സിലാക്കി, എത്ര കഷ്ടം വന്നാലും എത്ര നഷ്ടം വന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ മറക്കില്ല എന്നുള്ള ബോധ്യത്തിൽ നല്ല തീരുമാനങ്ങൾ എടുത്തുവാൻ കർത്താവേ നീ ഇവരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ പ്രാവശ്യവും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിന് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയോ ഒക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിച്ച് നമ്മളെ അതിൻ്റെ മുമ്പിൽ നമ്മളെ ആക്കി വയ്ക്കുമ്പോൾ ആ കാര്യങ്ങളിലെല്ലാം ദൈവത്തിനൊരു കൃത്യമായ പ്ലാനും പദ്ധതിയും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ദൈവം ഒരിക്കലും അവിടെ നിന്ന് വെറുതെ നമ്മളെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ആകർഷിക്കില്ല. ആരെയെങ്കിലും ദൈവത്തിൻ്റെ അടുത്തേക്ക് ആകർഷിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ദൈവം കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയോടുകൂടി മാത്രമേ അവരെ ആകർഷിക്കുകയുള്ളൂ. പല കാര്യങ്ങളും അവരോട് ദൈവം ശക്തമായി ഇടപെടുന്നു മാത്രമല്ല, അവർക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു ആത്മീയ ഊർജം കൂടി നൽകിയിട്ട് മാത്രമേ അവരെ ദൈവം പറഞ്ഞയക്കുകയുള്ളൂ. ഈ കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ കുർബാന കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 10-12 വയസ്സുള്ള ഒരു ചെറിയ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്ന് വർത്തമാനം പറയാൻ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വന്നതായിരിക്കുമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഈ പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് വീട്ടിലൊക്കെ ഒത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്. അവൻ്റെ അമ്മ സുഖമില്ലാതെ കിടക്കുന്നു. ഇവന് ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ അടുത്തു വരികയാണ്. അതിൻ്റെ ഒപ്പം തന്നെ അവൻ്റെ അപ്പന് സ്ട്രോക്ക് വന്ന് വലിയൊരു സർജറി വേണം, അതിന് പൈസ ആവശ്യമുണ്ട്. ആകെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഏതാണ്ട് ഒരു 1/2 പവനോളം സ്വർണം കൊണ്ടുപോയി പണയം വെച്ചു. അപ്പോൾ അതൊന്നും തികയാതെ അവരാകെ ബുദ്ധിമുട്ടുന്നു. അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അവരാഗ്രഹിച്ച് അവൻ്റെ പെങ്ങളുടെ കല്യാണം കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ അവൻ പറയുകയാണ്, അപ്പൻ ഇനി പണിക്കൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നലച്ചാ, പെങ്ങളുടെ കല്യാണം നടത്തണം, അപ്പൻ്റെ ചികിത്സ നടത്തണം. അപ്പോൾ കാര്യങ്ങൾ ഇനി എനിക്കും പഠിക്കാനൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിനിയിപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ കാറ്ററിങ്ങിൻ്റെ പണിക്കൊക്കെ പോയി അപ്പനെ ചികിത്സിക്കാനുള്ള കാര്യം കണ്ടെത്തണം, പെങ്ങളുടെ കല്യാണം എന്നൊക്കെ കടത്തണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇതുപോലെ എത്രയോ പ്രതിസന്ധികളുള്ള ആളുകൾ ഈ ലോകത്തുണ്ട്. നമ്മളെ അവരൊന്നും കണ്ടുമുട്ടുന്നില്ലെങ്കിലും അവരുടെയൊക്കെ മനസ്സിൽ ഒരു ചിന്തയുള്ളത്, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം അതിനൊരു കൃത്യമായ ഒരു മറുപടി തരുമെന്ന് ആ കുഞ്ഞ് മനസ്സിലുള്ള അവൻ്റെ ആഗ്രഹം അവനിങ്ങനെ എന്നോട് പറയുകയാണ്.
അവൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. അവന് സ്റ്റോക്ക് വന്ന് അവൻ്റെ അപ്പനെ ചികിത്സിക്കണമെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ വേണം. അവൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചു വിടണമെന്ന് പറഞ്ഞാൽ അതിനും ഇപ്പം നിങ്ങൾക്കറിയാം ഒത്തിരി പണം വേണം. അമ്മയുടെ ചികിത്സ നടത്തണം. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ ഭക്ഷണമൊക്കെ കഴിക്കാൻ പൈസ ഉണ്ടോ? അപ്പോൾ പറഞ്ഞ അരിയൊക്കെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നടക്കും. എന്നാലും മറ്റ് പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പൈസയില്ല. അപ്പം എന്നാലും അതൊക്കെ നടക്കും. അച്ഛനത് പ്രാർത്ഥിക്കണം. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ കൊടുക്കുകയാണ്, മകനെ യാചിപ്പിനെന്നാൽ നിനക്ക് ലഭിക്കും, നീ അന്വേഷിക്കുക നിനക്ക് കണ്ടെത്തും. അതിനു പകരം ഞങ്ങൾ ഇത്രമാത്രം കഷ്ടപ്പെടുത്തിയിട്ട് ദൈവം അവിടെ ഇരുന്ന് സന്തോഷിക്കുകയാണല്ലോ എന്നുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തയല്ല അവൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത്. അവൻ്റെ ഉള്ളിൽ ദൈവം ശക്തമായിട്ട് ഇടപെടുകയാണ്. നീ ഒരു കാര്യം ചെയ്തോ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ആ കാര്യം ഓർക്കുമ്പോൾ ഇപ്പം നിങ്ങളുടെയും എൻ്റെയും ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും ഓരോ വിഷയങ്ങളും എത്ര ചെറുതാണ്, എത്രമാത്രം വളരെ കുറവുള്ളതാണ്. എങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ വളരെ അസ്വസ്ഥമായിട്ട് ഇരുന്ന് സങ്കടപ്പെടുകയാണ്. സത്യത്തിൽ നമ്മൾ സങ്കടപ്പെടണം. പക്ഷേ സങ്കടപ്പെടുമ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ നടത്തിയ വഴികളും വിധങ്ങളും ഓരോരുത്തരുടെ പ്രായമനുസരിച്ച് കൂടുതൽ അറിയാം. ഇവനീ 12 വയസ്സായതുകൊണ്ട് അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല. ഇപ്പം എനിക്ക് ഒരു 50 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് 50 വർഷമായിട്ട് ദൈവം എന്നെ നടത്തുന്നത്, പുരോഹിതനായിട്ടൊരു 25 വർഷമായതുകൊണ്ട് ദൈവം എന്നെ നടത്തിയത് എങ്ങനെയാണെന്ന് കുറേ കാലത്തെ പരിചയം എനിക്കുള്ളതുകൊണ്ട് എനിക്കറിയാം ദൈവം ഈ കാര്യങ്ങൾ ഈ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളിൽ ക്രമീകരിച്ച് ദൈവം അതൊരു നീക്കുപോക്ക് വരുത്തുമെന്ന് എനിക്കറിയാം. നിങ്ങൾക്കും ഇതുപോലെ ഓരോരുത്തർക്കും നിങ്ങളുടെ പ്രായമനുസരിച്ച് നിങ്ങൾക്കറിയാം ദൈവം എന്തായാലും ദോഷമായിട്ടൊന്നും ചെയ്യില്ല. പക്ഷെ 12 വയസ്സുള്ളപ്പോഴേക്കും അവനത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ അവനെന്തോ അവൻ്റെ ഉള്ളിൽ ദൈവം ഒരു ഇത് കൊടുത്തിരിക്കുകയാണ്, ഒരു നിയോഗം കൊടുത്തിരിക്കുകയാണ്, നീ പ്രാർത്ഥിക്കണമെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ദുരിതങ്ങളെല്ലാം എനിക്ക് ഉപകാരമായി. അതുവഴി ഞാൻ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ അഭ്യസിച്ചു. ഇപ്പം നിങ്ങളിപ്പോൾ ഈ രാത്രിയിലൂടെ വന്നിരിക്കുന്നില്ലേ, കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അന്ന് ആ ദുരിതവും സങ്കടവും ബുദ്ധിമുട്ടും വന്നില്ലായിരുന്നെങ്കിൽ രാത്രിയിൽ നമ്മൾ വരില്ല, പകലും വരില്ല, ഒരു സ്ഥലത്തും പോവില്ല. അപ്പം നമ്മൾ ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് കൃത്യമായി നമ്മളെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ആയിപ്പോയതാണെന്ന്. പ്രിയപ്പെട്ടവർ, ഒരിക്കലുമല്ല. ദൈവം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വഴികളും നമ്മുടെ വിധങ്ങളും ജീവിത സാഹചര്യങ്ങളും തകർച്ചകളും ഉയർച്ചകളും എല്ലാം ഇങ്ങനെയാകണമെന്ന് ദൈവത്തിന് കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയുടെയും ഭാഗമായിട്ടാണ് നമ്മുടെ ജീവിതങ്ങളെല്ലാം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ അകത്ത് പലരും ചിലപ്പോൾ എന്തു ചെയ്യും, പരാജയപ്പെട്ടു പോകാം. പലരും ചിലപ്പോൾ എന്തു ചെയ്യാം, വിജയിച്ചേക്കാം. പക്ഷേ നമ്മൾ ഇതുപോലെയുള്ള കൂട്ടായ്മകളിൽ വന്നിരുന്ന് നമ്മളിൽ ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമ്മൾ ജ്വലിപ്പിക്കുമ്പോൾ കൂടുതൽ നമ്മൾ ശക്തിയായി തീരും. വേറൊരു കാര്യം, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഇങ്ങനെ പ്രസംഗിക്കുകയായിരുന്നു. ആ വ്യക്തി പറയുകയാണ്, കൂടുതലായിട്ടൊന്നും നമ്മൾ ആഗ്രഹിക്കരുത്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന ഒരു ചികിത്സ നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഒരിക്കലും കിട്ടില്ല. അദ്ദേഹത്തിന് കിട്ടുന്ന സൗകര്യങ്ങൾ നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത്, ഈ പ്രധാനമന്ത്രിയെയും നമ്മളെയും എല്ലാം സൃഷ്ടിച്ചവൻ ആരാണ്? ദൈവമാണ്. ആ ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനുണ്ടെങ്കിലും ചിലപ്പോൾ ഒന്നുമില്ലാത്തവനെ പോലെ ചില സാഹചര്യങ്ങളിൽ ആ വ്യക്തികളാകേണ്ടി വരും. കാരണം ഈ ഭൂമിയിൽ ആരും ചിരഞ്ജീവിയായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നമ്മൾ ചിന്തിച്ചോ, ഒന്നുമില്ലാത്തവരാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. ദൈവം അവർക്കാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഒന്നുമില്ലാത്തവരായ വ്യക്തികളെയാണ് ദൈവം എല്ലാം ഉള്ളവരാക്കി തീർത്തത്. കർത്താവ് പറഞ്ഞു, ബുദ്ധിയുള്ളവർക്കല്ല കൊടുത്തത്, ബുദ്ധിഹീനരായ ആളുകൾക്ക് ദൈവകൃപ ദൈവം എന്ത് ചെയ്തു? നിറച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കുന്നതിന് പരിമിതി വെക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഒരു കാരണവശാലും പരിമിതി വെക്കരുത്. കാരണം ദൈവം മതി എന്ന് പറയുവോളം ദൈവം നമുക്ക് വേണ്ടി ചില വഴികൾ ദൈവം തുറക്കും. അതാണ് ഇന്ന് രാത്രികാലം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് ഈ ജാഗരണ പ്രാർത്ഥനയിലൂടെ നമ്മളോട് ഇടപെടാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം.
ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വചനം ഏറ്റെടുക്കുകയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഏറ്റെടുത്തോളണം, നിങ്ങളെല്ലാവരും ഏറ്റെടുത്തോളണം. കർത്താവിൻ്റെ വചനം വാഗ്ദത്തമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് നാളുകളിൽ നിങ്ങളിൽ സംഭവിക്കാൻ പോവുകയാണ്, നാളുകളിൽ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോവുകയാണ്, നാളുകളിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ദൈവം നമുക്ക് വേണ്ടി തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവെ, പല നന്മകളും പല ദൈവാനുഗ്രഹങ്ങളും എനിക്കിപ്പോൾ ലഭിക്കാതെ സാത്താൻ അത് അടച്ചു വെച്ചിരിക്കുകയാണ്. ആ അടച്ചു വെച്ചതുകൊണ്ട് പലപ്പോഴും പല നന്മകളും എനിക്ക് കിട്ടുന്നില്ല. അത് നീ എന്നോട് ഇന്ന് രാത്രി എന്നോട് പറഞ്ഞു, അത് ഞാൻ തുറക്കുമെന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. അത് ഏതെല്ലാം രീതിയിലാണെന്നും എനിക്കിപ്പോൾ അറിയില്ല. അങ്ങനെ ഞാൻ പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, ഏതെല്ലാം രീതിയിലാണ് നീ തുറക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ആരും ഹൃദയത്തിൽ ചിന്തിക്കാത്ത രീതിയിൽ, ആരും കണ്ണുകൊണ്ട് കാണാത്തത് ദൈവം എനിക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിച്ചു കൊള്ളണം, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് തുറക്കും. അത് ഞാൻ ഏത് കാര്യത്തിലാണെന്നുള്ളത് വിശദമായി പറഞ്ഞ് പ്രസംഗിച്ച് ഫലിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റാതെ ഏത് കാര്യമാണോ അടച്ചു വച്ചിരിക്കുന്നത്, അത് കേസിൻ്റെ കാര്യമാകട്ടെ, സമ്പത്തിൻ്റെ കാര്യമാകട്ടെ, ആരോഗ്യത്തിൻ്റെ കാര്യമാകട്ടെ, മനസ്സമാധാനത്തിൻ്റെ കാര്യമാകട്ടെ, ശത്രുവിൻ്റെ കാര്യമാകട്ടെ, ഏതായാലും നിന്നെ മുമ്പോട്ട് വിടാത്ത രീതിയിൽ നിന്നെ അടച്ചു വെച്ചത് എന്താണോ, നിന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്നത് എന്താണോ, നിന്റെ ജീവിതത്തിൻ്റെ കണ്ണുനീർ തോരാതെ നിന്നെ മുമ്പോട്ട് പ്രയാസപ്പെടുത്തുന്നത് എന്താണോ, ആ സാഹചര്യത്തെ കർത്താവ് തുറക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കും, കർത്താവേ, അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ? ആരെനിക്ക് വേണ്ടി അതൊക്കെ ചെയ്തു തരും? ആരതിനെനിക്ക് വേണ്ടി ഇടപെടും? ഒരു കാര്യവും നിങ്ങൾ ചിന്തിക്കേണ്ട. ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് ആരും ഹൃദയത്തിൽ ചിന്തിച്ചിട്ടില്ല, ആരും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ഇത് ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് കർത്താവ് എന്നോട് ഈ രാത്രിയിൽ പറയുന്നു. യെശയ്യാവ് 22:22, ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വയ്ക്കും, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മൾ ചിന്തിക്കണം, കഴിഞ്ഞ കാലങ്ങളിൽ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ വന്നതുകൊണ്ട് എത്രയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാകാം, എത്രയോ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, എത്രയോ രാത്രിയിൽ നമ്മുടെ ഉറക്കങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം, എത്രയോ ജീവിതത്തിൽ നിരാശ വന്നിട്ടുണ്ടാകാം, എത്രയോ പ്രാവശ്യം മരിക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം, എല്ലാം തീർന്നെന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം, ആർക്കു വേണ്ടി ജീവിക്കണം ചിന്തിച്ചിട്ടുണ്ടാകാം. ഇതിങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണ്? മുമ്പോട്ട് പോകാൻ പറ്റാതെ സാത്താൻ ചില വഴികൾ അടച്ചു വെച്ചു. നമ്മൾ പോലും അറിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചിട്ട് ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല. എത്ര കാലം അന്വേഷിച്ചാലും അതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാകാനും പറ്റില്ല. പക്ഷെ ദൈവം പറയുന്നു, ആരടച്ചാലും ദൈവം തുറന്നാൽ പിന്നെ ഒരു വ്യക്തിക്ക് പോലും അതടയ്ക്കാൻ പറ്റില്ല, ഒരു ശത്രുവിനും പിന്നെ അതടയ്ക്കാൻ പറ്റില്ല. കാരണം ദാവീദിൻ്റെ താക്കോൽ, ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ ഇരിക്കുന്നത് യേശുവിൻ്റെ കയ്യിലാണ്. ആ അനുഗ്രഹത്തിൻ്റെ താക്കോൽ അവൻ നമുക്ക് വേണ്ടി തുറക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയപ്പെടേണ്ട. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്ന് രാത്രി കർത്താവ്, ഈ ഫെബ്രുവരി മാസം 9-ാം തീയതി രാത്രി കർത്താവ് ആ അനുഗ്രഹം എനിക്ക് വേണ്ടി തുറക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറഞ്ഞത്, അവങ്കിലേക്ക് നോക്കിയവരെല്ലാം പ്രകാശിതരാകുമെന്ന്. ഞാൻ വെറുതെയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ലജ്ജിക്കേണ്ടി വരില്ല, നിങ്ങൾ നാണം കെടേണ്ടി വരില്ല, നിങ്ങളുടെ കണ്ണുനീരിന് പരിഹാരമുണ്ടെന്ന് പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ് എന്നെ പ്രേരിപ്പിച്ചത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കുമെന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ഈ സന്ദേശം ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ദാവീദിൻ്റെ ഈ ഗൃഹത്തിൻ്റെ താക്കോൽ നമുക്ക് വേണ്ടി എന്താണ് ഇത്രയും കാലമായും തുറക്കാതെ ഇരുന്നതെന്ന് നമുക്ക് വേണ്ടി ചിന്തിക്കും. നമ്മളിതിനെക്കുറിച്ച് ഇങ്ങനെ ഭാരപ്പെടും. പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഈ നാളുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ പ്രാർത്ഥനയിലും ഓരോ കൂടിവരവിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്,
നമുക്കിഷ്ടമില്ലാത്ത മക്കൾക്ക് നമ്മൾ ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. എന്നാൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ എത്രയോ അധികമായി നമ്മൾ സ്നേഹിക്കുന്നു. ഈ ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകളുണ്ടെങ്കിലും ഇത്രയും ആളുകൾ ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ട് എന്ന് ദൈവം കാണുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം നമുക്ക് വേണ്ടി ഒരു വാതിലുകൾ തുറക്കും. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കൾ ചെങ്കടലിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ അവരാരെങ്കിലും ചിന്തിച്ചോ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോലുള്ള ആ സർവശക്തനായ ദൈവം അവിടെ ഒരു അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചോ? വിശ്വസിച്ചിരുന്നെങ്കിൽ ആരും നിലവിളിക്കില്ലായിരുന്നു, ആരും ഭയപ്പെടില്ലായിരുന്നു, ആരും അതിനെക്കുറിച്ച് സങ്കടപ്പെടില്ലായിരുന്നു, മരണത്തെക്കുറിച്ച് അവർ ചിന്തിക്കില്ലായിരുന്നു. അവർ മരണത്തെക്കുറിച്ച് ചിന്തിച്ചതും അവരെല്ലാം മരിക്കുമെന്ന് ചിന്തിച്ചുമെന്താണ്? ഒരു വഴി തുറക്കുമെന്ന് ഒരു മനുഷ്യനും അവിടെ ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ടെന്ന് എൻ്റെ സർവശക്തനായ ദൈവത്തിനറിയാം. നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ, നിങ്ങൾ ഈ ധ്യാനം കൂടുമ്പോൾ, ഈ ജാഗരണ പ്രാർത്ഥനയിൽ ആയിരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിനറിയാം നിങ്ങളുടെ പ്രശ്നം എന്താണ്, നിങ്ങളുടെ ബുദ്ധിമുട്ടെന്താണ്, നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ദൈവത്തിന് കൃത്യമായിട്ടറിയാം. ആ ദൈവം നമുക്ക് വേണ്ടി, ഞാൻ ഇങ്ങനെ ചേർത്ത് പറയുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഭംഗിയായി, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അനുഗ്രഹമായി, നമ്മൾ ആലോചിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായി നമുക്ക് വേണ്ടി ചില അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ ഇന്ന് നമുക്ക് വേണ്ടി ദൈവം തുറക്കാൻ വേണ്ടി പ്രസാദിച്ചിരിക്കുന്നു. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ എത്രയോ ആളുകൾ നിരന്തരം 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 നമ്മുടെ വഴികൾ അടച്ചു കളയുന്നുണ്ട്. നമ്മുടെ വഴികൾ എത്രയോ ആളുകൾ മനഃപൂർവ്വം അടച്ചു കളയുന്നു. അവരെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? യേശു അതിനൊരു കാരണം കണ്ടെത്തി. ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. നിരന്തരമായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ വഴി എന്തിനാണ് അവരടയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്കും അറിയില്ല. നമ്മൾ ചിന്തിച്ചിട്ട്, എത്രമാത്രം ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടും അതിനൊരു ഉത്തരവും കിട്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവരവരുടെ വഴി ചെയ്തോട്ടെ, അവരവരുടെ കാര്യങ്ങൾ അവർ നിരന്തരമായി ചെയ്യട്ടെ. പക്ഷെ കർത്താവ് പറയുന്നു, ദൈവമാണ് നിനക്ക് വേണ്ടി ഇത് തുറന്നിട്ടുള്ളതെങ്കിൽ അവർ എത്രമാത്രം അത് അടയ്ക്കാൻ ശ്രമിച്ചാലും, നീ ചെറുപ്പത്തിൽ കണ്ടിട്ടില്ലേ, ഇപ്പോഴും കണ്ടിട്ടില്ലേ, മഴക്കാലം വരുമ്പോൾ എന്തു ചെയ്യും? ഭൂമിയിൽ ഉറവ വയ്ക്കും. ഉറവ ആർക്കെങ്കിലും ഒരു കയ്യിൽ ഒതുങ്ങുന്ന ചെളി വെച്ച് അടച്ചു കഴിഞ്ഞാലും ആ ഉറവ അവിടെ നിൽക്കുമോ? അത് സെക്കൻഡ് കൊണ്ട് ആ നീരുറവ വീണ്ടും വീണ്ടും പുറത്തേക്ക് വരും. നിന്നെ അടയ്ക്കാൻ ഒരു വ്യക്തിക്കും കഴിയില്ല. കാരണം സർവശക്തനായ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും നീ ഉറപ്പിച്ചു കൊള്ളുക. ദൈവം നിന്റെ പേർ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ചോദിക്കും, അച്ഛാ ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? ഞങ്ങൾക്കൊരു അടയാളം വേണമല്ലോ. നിങ്ങൾ ഇന്ന് ഇവിടെ വന്നത് തന്നെയാണ് അതിൻ്റെ അടയാളം. കഴിഞ്ഞ മാസം 9-ാം തീയതി അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പ്, എന്നാൽ ഇവിടെ ഉറപ്പായിട്ടും വരുമെന്ന് നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റൂ? നമുക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം ഇന്നിവിടെ നമ്മളെ ആക്കി വെച്ചു. ഈ ഒരു സാഹചര്യത്തിലൂടെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ദൈവം പറയുന്ന ഒരു കാര്യത്തിന്, കർത്താവിൻ്റെ വചനത്തിന് ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിനൊന്നും മാറ്റമില്ല. കാരണം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഈ വചനത്തിൻ്റെ ശക്തിയാൽ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിൻ്റെ തെളിവെന്ന് പറയുന്നത് 2026 ഫെബ്രുവരി മാസം 9-ാം തീയതി ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് ഗ്യാരണ്ടിയായി നിങ്ങൾ വിശ്വസിച്ചു കൊള്ളുക. ഈ കാര്യങ്ങളുടെ മേൽ വള്ളി പുള്ളി മാറാതെ ചില അനന്തമായ സാധ്യതകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില മുളകൾ പുറപ്പെടുവിച്ച്, ദൈവം ചില നന്മകൾ പുറപ്പെടുവിച്ച്, അതിൻ്റെ നന്മകൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്ന കാലം അതിവിദൂരമല്ല. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ പറയും, എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് വീണ്ടും വീണ്ടും പറയും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമ്മൾ മറന്നു പോകരുത്. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ അനീതി പെരുകിക്കൊണ്ടിരിക്കുകയാണ്.
അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണമാണ് അനീതി പെരുകുന്നത്. ഇപ്പം നിങ്ങൾ എത്രമാത്രം സ്നേഹം കുടുംബത്തിൽ കൊടുത്താലും എത്രമാത്രം നല്ല രീതിയിൽ ചെയ്താലും അത് തിരിച്ചറിയാത്ത രീതിയിൽ പോകുന്നത് അവരുടെ കുഴപ്പമോ നമ്മുടെ കുഴപ്പമല്ല. ഇത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. അനീതി പെരുകിക്കൊണ്ടിരിക്കും. ഈ അനീതി പെരുകുന്ന ഈ കാലഘട്ടത്തിലാണ് ദൈവസ്നേഹം നമ്മളിലൂടെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കും, കർത്താവേ, ഇങ്ങനെ അനീതി പെരുകുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? പൗലോസ്ലീഹ പറയുന്നു, അവൻ എന്നെ ശക്തനാക്കുന്നത് വഴി ഞാൻ. ഈ രീതിയിൽ പെരുമാറുന്ന ആളുകളുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് ചിലപ്പോൾ പറ്റില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ നമ്മുടെ കടഭാരം മാറാൻ, രോഗം മാറാൻ, ബുദ്ധിമുട്ട് മാറാൻ, മനസ്സമാധാനം കിട്ടാൻ ഒക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ നീ എന്നെ ശക്തനാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ യുദ്ധം ചെയ്യുന്നവരുടെ മുമ്പിൽ, ഈ പ്രതിസന്ധി ഉണ്ടാക്കുന്നവരുടെ മുമ്പിൽ, ഈ പ്രതികൂലങ്ങൾ സൃഷ്ടിക്കുന്നവരുടെ മുമ്പിൽ അതിൽ പിടിച്ചു നിൽക്കാൻ നീ എന്നെ ശക്തീകരിക്കണം. അവൻ എന്നെ ശക്തനാക്കുന്ന വഴി ഞാൻ സകലത്തിലും മതിയാവൻ. നമ്മൾ ഒറ്റയ്ക്ക് ഐഡിയപരമായി, ബുദ്ധിപരമായി, തന്ത്രപരമായി ഇനി ഈ കാര്യങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാം, നമുക്ക് കുറച്ച് ബുദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും വിവരവും ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാലം വളരെ ദുഷ്കാലമാണിത്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് നമ്മൾ ഓരോ പ്രാവശ്യവും, ദൈവമേ ഞാൻ വീണു പോകരുത്, കർത്താവെ ഞാൻ തകർന്നു പോകരുത്, നീ എന്നെ ശക്തനാക്കണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മൾ പറയുന്നു, നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളണം. ഈ ധ്യാനം കൂടും, ദൈവാനുഗ്രഹം നമുക്ക് ധാരാളം കിട്ടും. പക്ഷെ നമുക്ക് ഇനിയും എത്രയോ കിലോമീറ്ററുകൾ മുമ്പോട്ട് യാത്ര ചെയ്യേണ്ടതുണ്ട്. ദൈവം ആയുസ്സും ആരോഗ്യവും തന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചില നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ കുടുംബത്തിൻ്റെ നല്ല കാര്യങ്ങളുമെല്ലാം കാണാൻ ഇനി എത്രയോ മുമ്പോട്ട് പോകണം. അപ്പോഴെല്ലാം ഒരു കാര്യം ഓർത്തുകൊള്ളണം, സാത്താൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് കരുതി അവൻ അലറിക്കൊണ്ട് നടക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമാകണം. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഇതൊന്നും മാറിപ്പോകില്ല. നമ്മൾ വിചാരിക്കുന്നത് വേറെ ഓപ്ഷൻ ഉണ്ടെന്ന. കർത്താവ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, പ്രാർത്ഥനയും ഉപവാസവും. ഒരു കഷ്ടപ്പാടുകൾ വരുമ്പോൾ, ഒരു ദുരിതങ്ങൾ വരുമ്പോൾ, ഒരു സങ്കടങ്ങൾ വരുമ്പോൾ അത് സാത്താൻ ഒരുക്കുന്ന കെണിയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയതയെ നഷ്ടമാക്കാനുള്ളതാണ് ചിന്തിച്ച് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാം, ഒന്ന് ഉപവസിക്കാം, ഒന്ന് കൂട്ടായ്മയിലാകാം എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നില്ലെങ്കിൽ തന്നെ ഓർത്തുകൊള്ളണം, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനുമാണ്. ആദ്യത്തെ അടയാളതാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ പ്രാർത്ഥിക്കണം എന്നുള്ള ചിന്ത നമ്മളിന്ന് പോയാൽ തന്നെ ഓർത്തുകൊള്ളണം, നമ്മുടെ കാര്യം പിന്നെ പോക്കാം. ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്നാൽ പിന്നെ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം, എന്നാൽ പിന്നെ ഒന്ന് ഉപവസിച്ചേക്കാം, എന്നാൽ ഒന്നൊരു കൂട്ടായ്മയ്ക്ക് പോയേക്കാം. എന്തോ ചില പ്രശ്നങ്ങളുണ്ടല്ലോ, പ്രതിസന്ധി ഉണ്ടല്ലോ, പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ, പണ്ടത്തെ പോലെ ഏകാഗ്രത കിട്ടുന്നില്ലല്ലോ, ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹത്തെ അങ്ങോട്ട് ഒരു സന്തോഷത്തോടെ ആയിരിക്കാൻ പറ്റുന്നില്ലല്ലോ, ദൈവത്തോട് പറ്റിച്ചേരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരാതെ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്നുള്ള ചിന്തയാണെങ്കിൽ നമ്മുടെ കഷ്ടകാലത്തിൻ്റെ ആരംഭത്തിൻ്റെ ഓരോ സ്റ്റെപ്പാണെന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. നമ്മുടെ ഹൃദയം കഠിനമാക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കരുത്, നമ്മൾ ദൈവത്തോട് അടുക്കരുത്. ദൈവത്തോട് അടുത്താൽ, നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവം പ്രവർത്തിക്കില്ല എന്നുള്ളത് സാത്താന് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുന്ന ഈ അന്ധകാര ശക്തിയെ നേരിടാൻ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു. അതവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞോ, ഈ ജാഗരണ പ്രാർത്ഥനയുടെ ഈ ഒരൊറ്റ 2 മണിക്കൂർ നേരത്തെ പ്രാർത്ഥന വഴിയായിരിക്കും നാളെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ കഷ്ടകാലം മാറിപ്പോകുന്നത് ഈ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടായിരിക്കും. നമ്മുടെ കുടുംബത്തിൽ വരാൻ പോകുന്ന ഒരു അസ്വസ്ഥത മാറിപ്പോകുന്നത് ഈ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടായിരിക്കും. നമ്മുടെ മക്കൾക്ക് വരാൻ പോകുന്ന ഒരു ദുരിതങ്ങൾ, അപകടങ്ങൾ മാറിപ്പോകുന്നത് ഈ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടായിരിക്കും. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ ആരെയും വെറും കയ്യോടെ പറഞ്ഞയക്കില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് യെശയ്യാവിൻ്റെ പുസ്തകം 22:22 പറഞ്ഞു, ദാവീദ് ഗ്രഹത്തിൻ്റെ താക്കോൽ അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. കർത്താവ് എത്രയോ നന്മകൾ ചെയ്തു. നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ 1000 ഇരട്ടി നന്മ ചെയ്തു.
നിങ്ങൾ മക്കളെ വളർത്തുന്നു, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുത്തുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു കുഴപ്പവും നമ്മൾ ചെയ്യുന്നില്ല, എങ്കിലും നമുക്കൊരു സമാധാനം വെളിപ്പെടുന്നില്ല. യേശു ഇതുപോലെ വേദപുസ്തകം പറയുന്നു, അവൻ എല്ലാവർക്കും നന്മകൾ ചെയ്ത് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു എന്നാണ് സുവിശേഷങ്ങളിൽ പറയുന്നത്. എല്ലാവർക്കും നന്മ ചെയ്ത് അവൻ എല്ലാ സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവസാനം അവനെ കുരിശിൽ തറച്ചവർ കൊന്നു. അവരാഗ്രഹിച്ചത് എന്താണ്? ആ ശത്രുവായ സാത്താൻ ആഗ്രഹിച്ചത് എന്താണ്? അവൻ ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കരുത്, ഇനി അവൻ പുറത്തേക്ക് വരരുത്, അവൻ്റെ ഓർമ്മകൾ മാഞ്ഞു പോകണം, അവൻ്റെ ആ ശരീരം ആ കല്ലറയുടെ ഉള്ളിൽ തന്നെ തീരണം. കല്ലുരുട്ടി വെച്ചു, കാവൽ നിർത്തി, മുദ്രയടിച്ചു, എന്തെല്ലാം ചെയ്തു. ഇതുപോലെ നമ്മുടെ ജീവിതവും ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെ ഉള്ളിൽ ഒരു വാതിൽ തുറന്നാൽ ചിലപ്പോൾ പുറത്തേക്ക് വരില്ല, 2 തുറന്നാൽ തുടങ്ങില്ല. എന്താണ്? ഒരിക്കലും അഴിയാത്ത കുരുക്ക് കൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിലപ്പോൾ ഒരിക്കൽ പോലും തുറക്കാൻ പറ്റാത്ത പൂട്ടിയേക്കുകയായിരിക്കും. ഈ രാത്രിയിൽ നിങ്ങൾ വിശ്വസിച്ചു കൊള്ളണം, എത്ര അഴിക്കാൻ പറ്റാത്ത കുരുക്കാണെങ്കിലും, എത്ര തുറക്കാൻ പറ്റാത്ത വാതിലാണെങ്കിലും, പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, നിൻ്റെ ജീവിതത്തിൻ്റെ നന്മ വെളിപ്പെടാതെ ആ പൂട്ടിയിട്ട് ആ താക്കോൽ എറിഞ്ഞു കളഞ്ഞിട്ടുള്ളതാണെങ്കിൽ പിന്നെ ഒരിക്കലും ആ താക്കോൽ കണ്ടുപിടിച്ച് തുറക്കാൻ പറ്റില്ല. താക്കോലില്ലെങ്കിൽ പറയാൻ പറ്റുമോ? അങ്ങനെ എഴുതി തള്ളിയ വ്യക്തിയാണെങ്കിലും നീ വിശ്വസിച്ചോ, നീ എഴുതി വെച്ചോ, ദൈവം ഇന്ന് രാത്രി പറയുന്നു, ആ അനുഗ്രഹത്തിൻ്റെ വാതിൽ, ആ താക്കോൽ ദൈവം ഇന്ന് തുറന്നിരിക്കും. നമ്മൾ ചിന്തിക്കും, കർത്താവേ ഒരു സാധ്യതയില്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഈ വലിയ പ്രതിസന്ധി അത് താഴിട്ട് പൂട്ടി ആ താക്കോൽ എറിഞ്ഞു കളഞ്ഞേക്കാണ്, ഇനി അറുത്ത് മുറിക്കാൻ പറ്റൂല. പരിശുദ്ധാത്മാവിനോട് ചേർത്ത് പറയുന്നു, ഇരുമ്പോടാമ്പലുകളെ അറുത്ത് മുറിക്കുന്ന ദൈവ സാന്നിധ്യം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. താമ്രവാതിലുകളെ തകർക്കുന്ന ദൈവ സാന്നിധ്യം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ എഴുതി വെച്ചോ, കാരണം ദൈവം നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പേ പോയി ദുർഘടമായ എല്ലാ അവസ്ഥകളെയും ദൈവം മാറ്റും. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം ദൈവത്തിൻ്റെ സ്നേഹം നിന്നോട് വെളിപ്പെടുത്തുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന കാലം മുതൽ അതിനു മുമ്പ് തന്നെ ദൈവം നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നീ ചിന്തിച്ചു നോക്കി, എത്രയോ പൂട്ടലുകൾ നിന്നെ പൂട്ടി, എത്രയോ വിധം കെണികൾ നീ പുറത്തു വരാത്ത രീതിയിൽ കെണികൾ ഒരുക്കി, ഏതെല്ലാം രീതിയിലുള്ള കിംവദന്തികളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇട്ടു. ഞാൻ പറഞ്ഞ പോലെ പൂട്ടി, ഇനി ഇത് ആർക്കും തുറക്കാൻ പാടില്ലാതിരിക്കാം. നിൻ്റെ ആ പൂട്ടിയ ആ താഴിൻ്റെ താക്കോൽ ഒരു പക്ഷേ എറിഞ്ഞു കളഞ്ഞിട്ടുണ്ടാകാം, അത് നിനക്കിനി തുറക്കാൻ പറ്റാത്ത രീതിയിൽ നിന്നെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ ദൈവം പറയുന്നു, ദൈവം തുറന്നാൽ ആർക്കും പിന്നെ അടയ്ക്കാൻ പറ്റില്ല. ദൈവം അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റില്ല. ദൈവം നമുക്ക് വേണ്ടി തുറക്കുമെന്നുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് കേൾപ്പിച്ച ഈ വചനം നാളെ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണാൻ പോവുകയാണ്. നാളെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന, മറ്റുള്ളവർ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്ന ചോദ്യം നിങ്ങളുടെ കാതിൽ നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നതനുസരിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കണ്ണുകളടച്ച് 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച്, ഏതെങ്കിലും അടഞ്ഞുപോയ വാതിലിൻ്റെ മുമ്പിൽ നിന്നാണ് നമ്മൾ നിലവിളിക്കുന്നതെങ്കിൽ, ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിൽ, അല്ലെങ്കിൽ എന്നെ ആരും സഹായിക്കില്ല, എൻ്റെ ജീവിതം ഇതോടുകൂടി തീർന്നു, സാമ്പത്തികമായിട്ടോ മറ്റു രീതിയിലോ എന്തെങ്കിലും കെണിയിലോ അപകടത്തിലോ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ, കർത്താവ് നമുക്ക് വേണ്ടി, ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ നമുക്ക് വേണ്ടി ഇന്ന് തുറക്കുമെന്ന് പറഞ്ഞു. കർത്താവേ, നീ അത് ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏത് കുരുക്കാണോ നമ്മുടെ നേരെ മുറുകിയിരിക്കുന്നത്, ഏത് ബുദ്ധിമുട്ടാണോ നമ്മളെ ഈ കെണിയിൽ വരുത്തിയിരിക്കുന്നത്, കർത്താവേ, അതിൻ്റെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും സംഭവങ്ങളും വ്യക്തികളും ഒക്കെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവരുടെ പേരുകൾ ഓർത്ത്, അവരുടെ മുഖങ്ങൾ ഓർത്ത്, അവരുടെ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന അനീതികൾ ഓർത്ത് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. കർത്താവെ, ഒരു തെറ്റും ചെയ്യാതെ, ഒരു ദോഷവും ചെയ്യാതെ, എല്ലാവരാലും വെറുക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, കുറ്റപ്പെടുത്തി, വേദനിച്ച്, കർത്താവെ, ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് വേണ്ടി ഒരനുഗ്രഹത്തിൻ്റെ വാതിൽ ദൈവം തുറന്നു തരാമെന്ന് പറഞ്ഞല്ലോ.
കർത്താവ്, ഈ കെണിയിൽ അകപ്പെട്ടത് വഴി എൻ്റെ എത്രയോ നല്ല കാലങ്ങൾ നഷ്ടമായി പോയി, ആയുസ് ആയിപ്പോയി, എൻ്റെ ആരോഗ്യം പോയി, മനസ്സമാധാനം പോയി, രോഗിയായി തീർന്നു. കർത്താവെ, പലപ്പോഴും ഒന്നിനും പറ്റാത്ത രീതിയിൽ കർത്താവെ ഇരുണ്ടും വെളുത്തും എൻ്റെ ജീവിതം കഴിച്ചുകൂട്ടി. ഇന്ന് നിൻ്റെ മുമ്പിൽ വന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ശത്രു എൻ്റെ മേൽ വെച്ചിരിക്കുന്ന എല്ലാ കുരുക്കുകളും, എല്ലാവിധമായിട്ടുള്ള എനിക്കെതിരെ ചെയ്തിരിക്കുന്ന എല്ലാവിധമായ കാര്യങ്ങളിലും ദൈവമേ നീ അവിടുന്ന് വാതിൽ തുറക്കണമേ. ഹാലേലുയ, ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, ദൈവമേ നന്ദി. ഹാലേലുയ, 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 ഹാലേലുയ. യേശുവേ, 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 യേശുവേ നന്ദി. നമ്മൾ ചെന്നുപെട്ടാൽ അങ്ങനെ സംഭവിക്കും. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നിന്നാൽ ദൈവം നമ്മളെ രക്ഷിക്കും. രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ ചിന്തിച്ചില്ലേ, ജോസഫ് അവൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു ഇങ്ങനൊരു സ്വപ്നം കണ്ടു എന്ന്. ആ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ ആ ഒറ്റ കാരണത്താൽ അവനെ പൊട്ടക്കിണറ്റിലിട്ടു. ഒറ്റ കാരണം കൊണ്ട് അവനെ പൊട്ടക്കിണറ്റിലിട്ടു. അവൻ ചിന്തിച്ച് കാണും, എന്നെ സ്നേഹിക്കേണ്ട, എന്നെ കരുതേണ്ട, എന്നെ ബഹുമാനിക്കേണ്ട ആളുകൾ എന്താണ് ഇങ്ങനെ ചെയ്തത്? ഇവിടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, ചില വ്യക്തികളോട് പറയുകയാണ്, ഒരമ്മയുടെ ഉദരത്തിൽ തന്നെ ജനിച്ചവരായിരിക്കും, സഹോദരങ്ങളായിരിക്കും, സഹോദരി, അവരായിരിക്കും ലോകത്ത് ഒന്നാം ശത്രുവായിട്ട് നിന്നോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നിന്നെ ഏറ്റവും കൂടുതൽ ശത്രുവായിട്ട് അവരാണ് നിന്നെ കാണുന്നത്. എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു ഉത്തരവുമില്ല. യൗസേപ്പ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അങ്ങനെ ആയിപ്പോയത്? യൗസേപ്പ് ഒന്നും ചെയ്തില്ല. പക്ഷേ യൗസേപ്പിനെ പൊട്ടക്കിണറ്റിൽ കൊണ്ടവരിട്ടു. യൗസേപ്പ് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തോട് എന്താണെന്ന് പോലും ചോദിച്ചില്ല. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നിൻ്റെ തലയിലെ ഒരു തലമുടി നാര് നിലത്ത് വീഴുന്നുണ്ടെങ്കിൽ പോലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവനെ വീണ്ടും എന്ത് ചെയ്തു? അവർ തന്നെ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റി. അപ്പോൾ സഹോദരന്മാർ ഈ ജോസഫ് വിചാരിച്ചു രക്ഷപ്പെട്ടല്ലോ എന്ന്. പക്ഷെ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല പ്രിയപ്പെട്ടവരെ കയറ്റിയത്, അവനെ അടിമക്കച്ചവടക്കാർക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. നിൻ്റെ ജീവിതത്തിൽ 24 പ്രശ്നം, 25 പ്രശ്നം, 26 പ്രശ്നം ഇങ്ങനെ കൂടി ഇങ്ങനെ ഒരെണ്ണം കഴിയുമ്പോഴേക്കും ഒരെണ്ണം വരികയാണ്. നിനക്ക് ഭാരം തോന്നുന്നുണ്ടാവും, പേടി തോന്നുന്നുണ്ടാവും. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു, നീ പേടിക്കരുത്. നിൻ്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കും. നീ നീണ്ടുപോകുന്നു എന്നോർത്ത് നീ ദുഃഖിക്കാനോ ഭയപ്പെടാനോ പാടില്ല. നീ ജീവിതത്തിൽ നിരാശപ്പെടാൻ പാടില്ല. നിന്നെ മുമ്പോട്ട് നയിക്കുന്നത് സർവശക്തനായ യേശുവാണ്. ഹല്ലേലൂയ. പൊട്ടക്കിണറ്റിൽ നിന്ന് കരറ്റി മിസ്രൈമെ അടിമത്തത്തിൽ ആ കച്ചവടക്കാർക്ക് വിറ്റപ്പോഴും ഓരോ പ്രതിസന്ധി ഇങ്ങനെ മാറി മറിഞ്ഞ് വന്നു. അവിടെ ഒന്നും അവൻ്റെ ജീവിതത്തിൽ അവൻ തീർന്നു പോയതായിട്ട് കണ്ടില്ല. നിങ്ങൾ വിചാരിക്കും, അച്ചോ ഇതിങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ പോയി അവസാനിക്കും? ഒന്നും സംഭവിക്കാനില്ല. നിൻ്റെ തലയിലെ ഒരു തലമുടി നാര് നിലത്തി വീഴുന്നുണ്ടെങ്കിൽ പോലും ദൈവം അറിയുന്നു. ആ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നേരായി നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും ബാലസിംഹങ്ങൾ കിരകെട്ടാതെ വിശന്നാലും ദൈവത്തിൻ്റെ മക്കളെ ദൈവം പോറ്റി പുലർത്തും. നാളുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെ ക്രമീകരിച്ച് ഒരു നല്ല ജീവിതം നയിക്കുമെന്നുള്ളൊരു തോന്നൽ നിനക്കുണ്ടാകും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് പറയുന്ന അപ്പത്തപ്പ ഞാൻ പറഞ്ഞു പോവുകയാണ്, നിൻ്റെ ജീവിതം ഇങ്ങനെയാണ് കർത്താവ് കാണിക്കുന്നത്. ഒരു കഴുകൻ്റെ ജീവിതം പോലെയാണ്. നിൻ്റെ എല്ലാ തൂവലുകളും കൊഴിഞ്ഞാറ്റിരിക്കുന്നത്. നിനക്കിനി പറക്കാനൊരു ശക്തി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ കഴുകൻ വീണ്ടും അത് ചിറകടിച്ചുയരുന്നത് പോലെ നിൻ്റെ ജീവിതത്തെ ദൈവം ഉയർത്തിയിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഈ പ്രസംഗിക്കുന്ന ദൈവം കടക്കാരനാവും. എൻ്റെ ദൈവം ഇതുവരെയും ആർക്കും കടക്കാരനല്ല. ഇതുവരെയും എൻ്റെ ദൈവം കടക്കാരനായിട്ടില്ല. നിനക്ക് വീണ്ടും ഒരു അവസരം തന്നില്ലെങ്കിൽ എൻ്റെ ദൈവം കടക്കാരനാവും. എൻ്റെ ദൈവം കടക്കാരനല്ല. എല്ലാ തൂവലുകളും കൊഴിഞ്ഞാലും ചിറകിൻ്റെ ശക്തി കുറഞ്ഞാലും നിന്നെ വീണ്ടും നിൻ്റെ യൗവനത്തെ ദൈവം പുതുക്കിയിരിക്കും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നീ ദൈവത്തിൻ്റെ മുമ്പിൽ ഒഴുക്കിയ കണ്ണുനീരെല്ലാം കർത്താവ് തൻ്റെ കുപ്പിയിൽ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. എല്ലാം തകർന്ന് തരിപ്പണമായപ്പോൾ, യേശുവേ നീ എന്നെ രക്ഷിക്കണമേ, ഞാൻ പാപിയാണെന്നുള്ളൊരു ബോധ്യത്തിൽ നീ ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിച്ചപ്പോൾ, നിൻ്റെ പാപം എത്ര കടിഞ്ചുവപ്പായാലും
ഞാനത് ഹിമം പോലെ വെളുപ്പിക്കും. ഞാൻ നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് നിനക്ക് വേണ്ടി മാത്രമാണെന്നുള്ള ആ ബോധ്യത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മുടെ കടും പാപങ്ങളെല്ലാം, നമ്മുടെ എല്ലാ പാപങ്ങളും കർത്താവ് ഏറ്റെടുത്ത് നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഇന്ന് രാത്രി ചിന്തിക്കും, കർത്താവേ കാലങ്ങൾ പോവുകയാണല്ലോ, ഇതെന്നാണ് ഈ നല്ല കാലം വരുന്നത്? പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നീ രാത്രി പോയി ഇന്ന് കടന്നുറങ്ങുന്നതിന് മുമ്പ് നീ ഇതൊന്ന് ഓർക്കണം. എന്താണ് ഓർക്കേണ്ടത്? അഹറോൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഒരൊറ്റ രാത്രി കൊണ്ട് ആ ഉണങ്ങിയ വടി എന്തു ചെയ്തു? അത് തളിരിട്ട് പൂത്ത് ഫലം കായ്ച്ചു. ദൈവത്തിനൊന്നും അസാധ്യമായതില്ല. നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ നിഷ്പ്രയാസം ദൈവത്തിന് ആ സമയം മതി. ആ സമയം വരെ യഹോവയെ കാത്തിരുന്നാൽ നീ ശക്തി പുതുക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കും. നമ്മളിവിടെ കാത്തിരിക്കുകയാണ്. ഈ സെൻറ്റ് ജോൺസ് ധ്യാന കേന്ദ്രത്തിൻ്റെ ഈ അകത്തളത്തിൽ നമ്മൾ യഹോവയെ കാത്തിരിക്കുകയാണ്. യഹോവയെ ആര് കാത്തിരിക്കുന്നുവോ അവർ ശക്തി പുതുക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തി പുതുക്കി നമുക്ക് മുമ്പോട്ട് ജീവിക്കാനുള്ള മാർഗങ്ങളെല്ലാം തന്നതുകൊണ്ട് ദൈവം നമ്മളോട് കരുണ കാണിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 115:12 ഇതൊക്കെ ഇങ്ങനെ ദൈവത്തിന് നമ്മളോടൊരു ഇഷ്ടം തോന്നാൻ, ദൈവത്തിന് എന്നോടൊരു മനസ്സലിവ് തോന്നാൻ, ദൈവത്തിന് എന്നോടൊരു സഹതാപം തോന്നാൻ എന്താണ് കാരണം? 115:12 എന്താണ് കാരണം? കർത്താവിന് നമ്മളെക്കുറിച്ചൊരു വിചാരമുണ്ട്. അവൻ നമ്മളെ ഓർക്കുന്നു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഞാൻ സന്തോഷിക്കേണ്ട എന്താണ്? ദൈവം എന്നെക്കുറിച്ച് ഓർക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും നമ്മളെക്കുറിച്ച് ഓർക്കുന്നുണ്ടാവില്ല. അവർക്ക് അവരുടേതായ പല കാര്യങ്ങളും ഓർക്കാനുണ്ടാവും. നമ്മൾ വിചാരിക്കും, നമ്മളെ ഒന്ന് ഓർത്തിരുന്നെങ്കിൽ, നമ്മളെ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, നമ്മളെ ഒന്ന് കരുതിയിരുന്നെങ്കിൽ, നമ്മളെ ഒന്ന് ചേർത്തിരുത്തിയിരുന്നെങ്കിൽ, നമ്മളെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നമുക്കൊരു പ്രോത്സാഹനം തന്നിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നും. ഈ ലോകത്ത് നല്ല വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കാത്തവരോ പ്രോത്സാഹനം കിട്ടാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല. എല്ലാവർക്കും അത് ആഗ്രഹമാണ്. പക്ഷേ നമ്മളെക്കുറിച്ച് കരുതാനും വിചാരിക്കാനും ഓർക്കാനും ആളുകളുടെ എണ്ണം കുറവാണ്. പക്ഷെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ഒറ്റയ്ക്കല്ല, നിന്നെ ഞാൻ വെറും കൈയോടെ പറഞ്ഞയക്കില്ല, നിന്നെ ഞാൻ എപ്പോഴും ഓർക്കുകയാണ്. നിന്റെ കാര്യങ്ങളെല്ലാം എൻ്റെ ഓർമ്മയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച, സകലത്തിനെയും പോറ്റി പുലർത്തുന്ന നമ്മുടെ സർവശക്തനായ ദൈവം നമ്മളെക്കുറിച്ച് ഓർക്കുന്നു എന്ന് പറയുമ്പോൾ, നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ, ഇതിൽ കൂടുതൽ വലിയൊരു ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാനില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യോസേപ്പ് പൊട്ടക്കിണറ്റിൽ കടന്നപ്പോൾ അവനെ ദൈവം ഓർത്തു. അല്ലെങ്കിൽ അവനെ അവിടെ കയറ്റണമെന്നുള്ള ചിന്ത അവൻ്റെ സഹോദരന്മാർക്ക് വരില്ലായിരുന്നു. നിന്നെ കുറിച്ച് ദൈവം ഓർക്കുന്നതുകൊണ്ട്, എന്നെക്കുറിച്ച് ദൈവം ഓർക്കുന്നതുകൊണ്ട്, നാളെ 2026 ഫെബ്രുവരി മാസം 10-ാം തീയതിയാണ്. നാളെ നിനക്ക് കിട്ടേണ്ട നന്മകൾ ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ ദൈവം നിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നല്ല ദൈവം ചെയ്യാൻ പോകുന്നത്. ആർക്കെങ്കിലും ദൈവം പ്രേരണ കൊടുക്കും, ആർക്കെങ്കിലും ദൈവം പ്രേരണ കൊടുക്കും. പൊട്ടക്കിണറ്റിൽ ഇട്ടവനെ കൊണ്ട് തന്നെ അവിടെ നിന്ന് കയറ്റിച്ചു. ഇട്ടവർ അവർ തന്നെ, അവിടെ നിന്ന് വലിച്ചു കയറ്റിയരും അവർ തന്നെ. അവൻ്റെ നിങ്ങൾ ഓർത്തുകൊള്ളണം, ശത്രുക്കൾ മുമ്പാകെ മേശ ഒരുക്കുന്നവനാണ് നമ്മുടെ ദൈവം. നാളുകളിൽ സംഭവിക്കാൻ പോകുന്നതും ഇത് തന്നെയാണ്. ദൈവം നമ്മുടെ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, കണ്ണുനീരുകൾ, സങ്കടങ്ങൾ ഓർത്താൽ പ്രിയപ്പെട്ടവരെ അതിന് ഉത്തരമുണ്ട്, അതിനൊരു നീക്കുപോക്കുണ്ട്. അതിന് ചില കാര്യങ്ങളിൽ കൃത്യമായ ചില കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് വരും. അവൻ അവിടെ കടന്നപ്പോൾ, അവനെക്കുറിച്ച് ഓർത്തപ്പോൾ, അവൻ്റെ സഹോദരങ്ങൾ അത് ഒഴിവാക്കി പോയെങ്കിലും അവർക്ക് പ്രേരണ കൊടുക്കുന്ന സർവശക്തനായ ദൈവം ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്.
നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് അനുഗ്രഹങ്ങൾ ചോദിച്ച് വാങ്ങാൻ നമുക്ക് പലപ്പോഴും പരിശീലനം കിട്ടാത്തതുകൊണ്ട് എത്രയോ നന്മകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. എത്രയോ ദൈവാനുഗ്രഹങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. നമ്മൾ ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രം കിട്ടിയതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിനക്ക് കൊടും വൈരാഗ്യം വന്നിട്ട് ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനം നിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. നിനക്കൊരു വ്യക്തിക്കൊരു നന്മ ചെയ്യണമെന്നൊരു തോന്നൽ നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ പ്രേരിപ്പിച്ചുകൊണ്ടാണ്. എല്ലാവരെക്കാളും വ്യത്യസ്തനായി പാപം ചെയ്യരുത്, പാപം ചെയ്യുന്നത് തെറ്റാണെന്നുള്ളൊരു ചിന്ത നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ പ്രത്യേകമാക്കി വെച്ചതുകൊണ്ടാണ്. അല്ല, ഭൗതികമായിട്ടുള്ള അനുഗ്രഹം മാത്രമല്ല, ആത്മീയ അനുഗ്രഹത്താലും ദൈവം നമ്മളെ നിറപടിയായി നിറച്ച് നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകുമ്പോൾ കർത്താവിൻ്റെ ഭവനത്തിൽ നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കും. അവിടെയാണ് നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്നത്. ഈ ലോകത്തൊരുവൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവനെന്ത് പ്രയോജനം? നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ലോകത്ത് നിന്ന് നമ്മൾ മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ഭവനത്തിലെത്തണം. എല്ലാവരെ പോലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്കൊരു മരണാനന്തര ജീവിതമുണ്ട്, നമുക്കൊരു ന്യായവിധിയുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഈ കാലം അവസാനിപ്പിക്കാനോ പറ്റില്ല. നമുക്കത് കൃത്യമായി ദൈവം പറഞ്ഞതുപോലെ തന്നെ നടക്കണം. യഹോവയുടെ വഴികളിൽ അവനെ ഭയപ്പെട്ട് നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അപ്പം നമുക്ക് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നുവെങ്കിൽ ഈ ലോകത്തും വരാനുള്ള ലോകത്തും 100 മടങ്ങ് ലഭിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് ദൈവം നമ്മളെക്കുറിച്ച് ഓർക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബകാര്യം നിങ്ങൾ മാത്രമാണ് ഓർത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. തെറ്റാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളെക്കാൾ നിങ്ങളുടെ മുഖം വാടിയാൽ ദൈവത്തിൻ്റെ മുഖം വാടും. നിങ്ങളുടെ മുഖം വാടിയാൽ ദൈവത്തിൻ്റെ മുഖം വാടും. നമ്മൾ വിചാരിക്കും, കർത്താവെ, അനുദിന ജീവിതയാത്രയിൽ ഞാൻ ഒറ്റയ്ക്കായി പോയില്ലോ, ആരും സഹായിക്കാനില്ലല്ലോ, സഹോദരങ്ങളോട് പറഞ്ഞാലോ മറ്റുള്ളവരോട് പറഞ്ഞാലോ വില കുറഞ്ഞൊരു അനുകമ്പ കിട്ടുമെന്നല്ലാതെ ഒരു നീക്കുപോക്കും തീരുമാനമില്ലല്ലോ. പക്ഷെ ദൈവം ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവം ആ കാര്യങ്ങളിലെല്ലാം കൃത്യമായി ഇടപെടുന്നുണ്ട്. ദൈവം നമ്മളെ എപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ദൈവം ഓർത്താൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം പരിഹാരം തരാൻ കഴിവുള്ളവനാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാരെല്ലാം അങ്ങനെ ദൈവം അവരെല്ലാം ഓർത്തു, അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. നമ്മൾ പിതാക്കന്മാരുടെ കാര്യം പറയുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് ചരിത്രമായതുകൊണ്ട് അതിങ്ങനെ വിശ്വസിക്കാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ. പക്ഷെ നമ്മളെ ദൈവം ഓർത്തിട്ട് എത്രയോ കാര്യങ്ങൾ നടന്നത് ഓർക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. ഇപ്പോൾ 2000 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളും അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കാര്യങ്ങളും അവരെ ദൈവം ഓർത്തപ്പോൾ അവർക്ക് കാറ്റും കടലും പ്രതികൂലമായപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ, നീക്കുപോക്കുകൾ നമ്മൾ സുവിശേഷങ്ങളിലൂടെ കേട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കാറ്റ് വന്നപ്പോൾ, തിരമാല വന്നപ്പോൾ, അപകടം വന്നപ്പോൾ, ആപത്ത് വന്നപ്പോൾ, ശത്രുക്കളുടെ ഉപദ്രവം വന്നപ്പോൾ, എല്ലാം തീർന്നു പോയപ്പോൾ ആ ദൈവം അടുത്ത് വന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പാറയുടെ മുകളിൽ പണിത ഭവനത്തിന് തുല്യമാണ്. നിങ്ങളെ തന്നെ നടത്തിയ വിധങ്ങളും വഴികളും ഓർത്താൽ ഏതു പ്രതിസന്ധി വരുമ്പോഴും അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന് നിലവിളിക്കുമ്പോൾ അവിടെ കൃത്യമായ ഒരു ഉത്തരം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പലപ്പോഴും നമ്മത് കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ നടത്തിയ ദൈവത്തെ മറന്നിട്ട് ആ തന്നതിനെ മാത്രം നമ്മളിങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. തന്നവനെ പെട്ടെന്ന് മറക്കും നമ്മൾ. ഇപ്പോൾ ഒരു നീക്കുപോക്ക് പെട്ടെന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കണമെന്നറിയോ, വേറെ എത്രയോ തിരക്കുകളുണ്ട് നമുക്ക്, പിന്നെ ഇതിനൊരു മുൻഗണന കൊടുക്കില്ല. ഇത് പിന്നെ നമ്മൾ സെക്കൻഡറി ആക്കും, അതിന് മുൻഗണന കൊടുക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം പതുക്കെ ചോർന്നു പോവും. പിന്നെ ലോകപരമായി നമ്മൾ ജീവിക്കാൻ തുടങ്ങും. പിന്നെയും നിയന്ത്രണം എന്തു ചെയ്യും? പിശാചിൻ്റെ കയ്യിലേക്ക് പോവും. അവിടെ വീണ്ടും അസ്വസ്ഥമാവും. എന്നോട് ഇപ്പോൾ ഒരു കാര്യം പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളും ഞാനും ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ദൈവം അവിടെ നിന്ന് പിടിക്കും നമ്മളെ. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ ഈ പരിപാടിയൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ദൈവം അവിടെ പോയി പിടിച്ച് അറസ്റ്റ് ചെയ്തിരിക്കും.
നിങ്ങൾ വിചാരിക്കും ചില നീക്കുകൾക്ക് വേണ്ടി, ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അച്ചോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇത് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല എന്നുണ്ടാവും. പക്ഷെ ദൈവം നമ്മളെ ഒരു കാലത്തും നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കില്ല. അവൻ തൻ്റെ കുരിശിൽ തൻ്റെ ചങ്കിലെ ചോര കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് നമ്മൾ നശിച്ചു പോകുവാൻ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അതിനു വേണ്ടിയാണ്. അത്രമാത്രം സ്നേഹം, അത്രമാത്രം ഒരു ദൈവത്തിന് നമ്മളോടൊരു ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളങ്ങനെ പോകുന്നല്ല പറഞ്ഞത്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടോ, കുടുംബത്തിലെ അന്തരീക്ഷ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ, നിരാശ കൊണ്ടോ, പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു, എത്രയോ പ്രാവശ്യം പിന്മാറ്റക്കാരായി പോയില്ലേ നമ്മൾ? എത്രയോ പ്രാവശ്യം പിന്മാറ്റക്കാരായില്ലേ? എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഇങ്ങനെ വരണേ എന്താ? ഇങ്ങനെ ഈ വഴി മാറ്റി വിടണേ എന്താ? ഈ ട്രാഫിക് ഇങ്ങനെ തിരിച്ചു വിടണേ എന്താ? അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മളെ സ്നേഹിച്ചു. എത്രയോ പ്രാവശ്യം തെറ്റിപ്പോകാമായിരുന്നു, എത്രയോ പ്രാവശ്യം വഴി തെറ്റിപ്പോയി. എങ്കിലും കർത്താവ് ആ 99 വിട്ടിട്ട് നമ്മളെ നോക്കി വന്നില്ലേ? ഈ 99 അവിടെ നിൽക്കുമ്പോൾ ഒരെണ്ണം മാത്രം പോയാൽ എങ്ങനെ തിരിച്ചറിയും? ഇപ്പം നമ്മൾ മാത്രം എന്തിനാ ഇങ്ങനെ തിരിച്ചറിയണം? എത്രയോ കോടി ജനമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാം ദൈവം ഓർത്തുകൊണ്ടിരിക്കുക. നമ്മുടെ കുറവുകൾ നമുക്കറിയാം. എന്തെങ്കിലും പറയുമ്പോൾ നിസ്സാരമായിട്ട് പറയുമ്പോഴേക്കും തൊട്ടാവാടി പോലെ വാടുന്ന ആളാണ്. എന്തെങ്കിലും പറയുമ്പോഴേക്കും നിരാശ വരുന്ന ആളാണ്. എന്തെങ്കിലും പറയുമ്പോഴേക്കും മരിക്കണമെന്ന് തോന്നുന്ന ആളാണ്. എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്കും ഇനിയൊന്നും ശരിയാവില്ല എന്ന് സ്വന്തം തീരുമാനം എടുക്കുന്ന ആളാണ്. ഇതൊക്കെ സൃഷ്ടിച്ച ദൈവത്തിനറിയാം. അതുകൊണ്ട് എപ്പോഴും ദൈവത്തിൻ്റെ ഒരു സ്നേഹം നമ്മോട് കൂടെ ഉണ്ടാകും. കർത്താവ് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. ദൈവം നമുക്ക് വേണ്ടി, ഞാൻ നിശ്ചയമായും, ഞാൻ അറിവിൽ നിന്നല്ല ഞാൻ പ്രസംഗിക്കുന്നത്, അനുഭവത്തിൽ നിന്ന് പറയുന്നു, ദൈവം ഈ 2026 നിങ്ങൾക്ക് വേണ്ടി ആരും തുറക്കില്ല എന്ന് പറഞ്ഞാലും ചില അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ ദൈവം തുറന്നിരിക്കും. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുന്നു, നാളെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. കർത്താവേ, യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവൻ വൃദ്ധാധ്വാനിക്കുന്നു. ഞങ്ങളെ കരുണ കാണിക്കണമേ. ദൈവം എനിക്ക് എന്ന പൗരോഹിത്യത്താൽ ഇന്ന് ഈ ജാഗരണ പ്രാർത്ഥന സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മയ്ക്കാക്കി തീർക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. ഞങ്ങളെ വെറും കൈയോടെ പറഞ്ഞയക്കരുതേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ഹല്ലേലൂയ.